മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽവഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ 53-ാം പാഠമാണ് പഠിക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. കർത്താവേ, നിൻ്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ സമൃദ്ധമായി ചൊരിയണമേ. നിൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് സമൃദ്ധമായി നൽകുകയും ചെയ്യണമേ. ഈശോയെ, നിൻ്റെ കരുതലിന് പ്രത്യേകിച്ച് നാളിതുവരെയുള്ള ഞങ്ങളുടെ പഠന പരമ്പര ഏറ്റവും മനോഹരമായി കൊണ്ടുപോകുന്നതിന് നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. മാറിയോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോകുന്നു. 53-ാം പാഠം പേജ് നമ്പർ 298 മുതൽ 304 വരെയുള്ള പേജുകളിലാണ് ജോൺ മാലിയേക്കൽ സാറ് ഭാഷാന്തരം വരുത്തിയ വർത്തമാന പുസ്തകമാണ് നമ്മൾ പഠനവിധേയമാക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുമല്ലോ. പാഠപുസ്തകം വായിക്കണം എന്ന കാര്യം കൂടി സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. വർത്തമാന പുസ്തകത്തിലെ 53-ാം പാഠത്തിൽ പാറേമാക്ക തോമാ കത്തനാർ റോമാ നഗരത്തെയും പ്രൊപ്പഗാന്ത ഫീദയെയും കുറിച്ച് നൽകുന്ന അതിമനോഹരമായൊരു വിവരണമാണ്. ഒരു യാത്രാ വിവരണക്കാരൻ്റെ കൃത്യതയോടെ അദ്ദേഹം അക്കാലത്തെ റോമിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഒന്നാമത്തെ ആശയം, റോമാ നഗരത്തിൻ്റെ പ്രൗഢിയും വിശുദ്ധ പത്രോസിൻ്റെ പള്ളിയും. റോമാ നഗരം വൃത്താകൃതിയിൽ പണിതതും കോട്ടമതിലുകളാൽ ചുറ്റപ്പെട്ടതുമാണ്. നഗരത്തിലെ കൊട്ടാരങ്ങളും നീരുറവകളും റോഡുകളും അതിമനോഹരമാണ്. ലോകപ്രസിദ്ധമായ വിശുദ്ധ പത്രോസിൻ്റെ പള്ളിയെക്കുറിച്ച് കത്തനാർ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നു. പള്ളിയുടെ താഴികക്കുടം, പത്രോസ് ശ്ലീഹായുടെ കബറിടം, അതിന് മുകളിലുള്ള 3 അൾത്താരകൾ, ശ്ലീഹായിരുന്ന കസേര, പള്ളിക്ക് മുന്നിലെ ശില്പങ്ങൾ എന്നിവയെല്ലാം ഒരു ചലച്ചിത്രത്തിലെന്ന പോലെ അദ്ദേഹം വിവരിക്കുന്നു. പള്ളിക്കുള്ളിലെ പത്രോസ് ശ്ലീഹായുടെ വെങ്കല പ്രതിമയുടെ കാൽ ഭക്തർ ചുംബിക്കുന്ന പതിവും അദ്ദേഹം എടുത്തു പറയുന്നു. രണ്ടാമത്തെ കാര്യം, റോമിലെ ഇതര പുണ്യസ്ഥലങ്ങൾ. പത്രോസിൻ്റെ പള്ളിക്ക് പുറമെ റോമിലെ മറ്റു പ്രധാന ദേവാലയങ്ങളെയും സ്മാരകങ്ങളെയും കത്തനാർ പരിചയപ്പെടുത്തുന്നു. സന്താ മരിയ മജോര, മഞ്ഞുമ്മൽ പള്ളി എന്ന് അദ്ദേഹം അതിനെ വിളിക്കുന്നു. മാർ യോഹന്നാൻ ലാറ്ററൻ റോമിലെ ആദ്യത്തെ ദേവാലയമാണ്. ഇവിടെയാണ് ഈശോ പീലാത്തോസിൻ്റെ അരമനയിൽ നടന്നു കയറിയ ഗോവണി സൂക്ഷിച്ചിരിക്കുന്നത്. കത്തനാർ ഇതിലൂടെ മുട്ടുകുത്തിക്കയറി പ്രാർത്ഥിച്ചു. കൊളോസിയം ആദിമ ക്രിസ്ത്യാനികൾ രക്തസാക്ഷിത്വം വരിച്ച ഇടമാണ്. അന്ന് ഇത് കുരിശിൻ്റെ വഴിക്കായിട്ട് ഉപയോഗിച്ചിരുന്നു. മറ്റു സ്ഥലങ്ങൾ, മിഖയേൽ മാലാഖയുടെ രൂപമുള്ള കസ്തല്ല ദ സെഞ്ചല, സകല വിശുദ്ധരുടെയും പള്ളിയായ റോട്ടുത്ത, പൗലോസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വ സ്ഥലം എന്നിവയും അദ്ദേഹം മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. മൂന്നാമത്തെ ആശയം, റോമിലെ സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതത്തെക്കുറിച്ചുള്ളതാണ്. റോമിലെ ജനജീവിതത്തെ കത്തനാർ കൗതുകത്തോടെ നിരീക്ഷിക്കുന്നു. അവിടുത്തെ പണ്ഡിതന്മാരുടെ ബാഹുല്യം, വിദ്യാലയങ്ങൾ, ആതുരാലയങ്ങൾ, അനാഥാലയങ്ങൾ എന്നിവയുടെ പ്രവർത്തനം അദ്ദേഹം ഇതെല്ലാം വളരെ മനോഹരമായി ഇതിനെ ശ്ലാഘിക്കുന്നു. പരദേശികൾക്കും അനാഥ ശിശുക്കൾക്കും വേണ്ടിയുള്ള കരുതലുകൾ അദ്ദേഹം എടുത്തു പറയുന്നു. കൂടാതെ നഗരത്തിലെ ഉത്സവങ്ങൾ, തെരുവിലെ ഹാസ്യ കലാകാരന്മാർ, പ്രഭുക്കന്മാരുടെയും കർദിനാൾമാരുടെയും തേരുകൾ ഓടുന്ന തിരക്കേറിയ വേദികൾ എന്നിവ റോമിൻ്റെ അക്കാലത്തെ സജീവത വെളിപ്പെടുത്തുന്ന കാര്യമാണ്. അടുത്ത കാര്യം പ്രൊപ്പഗാന്ത ഫീദയുടെ ഉത്ഭവമാണ്. വിശ്വാസ പ്രചാരക തിരുസംഘം രൂപപ്പെട്ട ചരിത്രം പാറേമാക്കൽ വളരെ മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഒരു കപ്പൂച്ചിൻ പാതിരിയാണ് ക്രൈസ്തവ നാടുകളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് വൈദികരാക്കി തിരിച്ചയക്കാൻ ഈ സംരംഭം തുടങ്ങിയത്. പിൽക്കാലത്ത് 8-ാം ഉർബൻ മാർപ്പാപ്പ ഇത് ഏറ്റെടുക്കുകയും വലിയ സർവകലാശാലയായി വികസിക്കുകയും ചെയ്തു. ഇതിനെ ഉർബൻ സർവകലാശാല എന്നും വിളിക്കുന്നു. വിദേശ രാജ്യങ്ങളിലെ സഭാപ്രശ്നങ്ങൾ പരിഹരിക്കാൻ
മാർപ്പാപ്പ ചുമതലപ്പെടുത്തുന്നത് ഈ തിരുസംഘത്തെയാണ്. അഞ്ചാമത്തെ ആശയം പാറയമാക്കലിൻ്റെ നിരീക്ഷണവും വിചാരവും. പ്രൊപ്പഗാന്ത ഫീദെ എന്ന സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം മഹത്തരമാണെങ്കിലും മലങ്കര സഭയുടെ കാര്യത്തിൽ അവർ കാണിച്ച പക്ഷപാതത്തെ കത്തനാർ വിമർശിക്കുന്നു. എങ്കിലും യൂറോപ്പുകാർ തങ്ങളുടെ വിശ്വാസത്തിനും വംശത്തിനുമായി വലിയ സ്ഥാപനങ്ങൾ കെട്ടിപ്പിടുക്കുന്നതിലെ തീക്ഷ്ണതയെ അദ്ദേഹം പുകഴ്ത്തുന്നു. നമ്മുടെ നാട്ടിലും ഇതുപോലെ പൊതുവായ നന്മയ്ക്കും വിദ്യാഭ്യാസത്തിനുമായി ജനങ്ങൾ ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ മെച്ചപ്പെട്ടേനെ എന്ന് അദ്ദേഹം വേദനയോടെ ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. പാറയമാക്ക തോമാ കത്തനാർ റോമാ നഗരത്തെ ഏത് ആകൃതിയിലാണ് വിശേഷിപ്പിച്ചത്? വൃത്താകൃതിയിൽ. വിശുദ്ധ പൗലോസിൻ്റെ കബറിടത്തിന് മുകളിലായി എത്ര അൾത്താരകൾ പണിതിട്ടുണ്ട്? 3 അൾത്താരകൾ. പത്രോസ് ലീഹായുടെ പള്ളിയിൽ വിശ്വാസികൾ ചുംബിക്കുന്ന പ്രതിമ ഏത് ലോഹം കൊണ്ട് നിർമ്മിച്ചതാണ്? ചെമ്പ്. സന്താ മരിയ മജോര എന്ന പള്ളിയെ കത്തനാർ മലയാളത്തിൽ എന്തു പേരിലാണ് വിളിക്കുന്നത്? മഞ്ഞുമ്മൽ പള്ളി. ഈശോ പിലാത്തോസിൻ്റെ അരമനയിൽ നിന്നും നടന്നു കയറിയ ഗോപിണി എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്? മാർ യോഹന്നാൻ ലാറ്ററൻ പള്ളിയുടെ വെളിയിലായി. ആദിമ ക്രിസ്ത്യാനികളെ സിംഹങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തിരുന്ന ക്രൂരമായ മതപീഡനങ്ങൾ നടന്ന സ്ഥലം ഏതാണ്? കൊളോസിയം. റോമിലെ സകല ശാസ്ത്രങ്ങളും പഠിപ്പിക്കുന്ന പ്രധാന വിദ്യാലയം ഏതാണ്? സവൻസ്യ അല്ലെങ്കിൽ സാപ്പിയൻസ. റോമിലെ പ്രധാന സാംസ്കാരിക കാഴ്ചകളിലൊന്നായി ഫലിതങ്ങൾ അവതരിപ്പിക്കുന്നത് ആരെയാണ്? നാടോടികളായ ഹാസ്യകലാകാരന്മാർ. പ്രൊപ്പഗാന്ത ഫീദെ എന്ന പാഠശാല ആദ്യമായി സ്ഥാപിച്ചതാര്? ഒരു കപ്പൂച്ചിൻ പാതിരി. പ്രൊപ്പഗാന്ത ഫീദയെ വലിയ സർവകലാശാലയാക്കി മാറ്റിയ മാർപ്പാപ്പയാര്? 8ാം ഉർബൻ മാർപ്പാപ്പ. പ്രൊപ്പഗാന്ത ഫീദയിൽ ഇന്ത്യക്കാരായ എത്ര വിദ്യാർത്ഥികൾ പഠിക്കാൻ സീറ്റുണ്ട്? 6 പേർക്ക്. പ്രൊപ്പഗാന്തയുടെ ചരിത്രം വിവരിച്ച ശേഷം കത്തനാർ നടത്തുന്ന പ്രധാന നിരീക്ഷണം എന്ത്? പൊതുനന്മയ്ക്കായ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള ബുദ്ധിയും സന്മനസ്സും നമ്മുടെ നാട്ടുകാർക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു.